ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ഗോവ സിറ്റി ടൂറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അവിടുത്തെ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മൾ പോണത്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണെന്ന് തോന്നുന്നു. 600 റുപ്പീസ് പെർ ഹെഡാണ് നമുക്ക് ചാർജ് വരുന്നത് കേട്ടോ. അതായത് ഇതുപോലെ ഒരു ബസ്സിനകത്ത് നമുക്ക് അതിനകത്ത് ബാക്കിൽ ഓപ്പൺ സീറ്റും ഉണ്ട്. ഇത് നോർമൽ AC സീറ്റും ആണ്. നമ്മൾ AC സീറ്റിലിരുന്നു. കാരണം ഇതാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരണത്. ഇത് ബ്ലൂ ലൈൻ റൂട്ടും ഉണ്ട്, റെഡ് ലൈൻ റൂട്ടും ഉണ്ട്. ബ്ലൂ ലൈൻ വരണത് നമ്മുടെ സൗത്ത് ഗോവയും റെഡ് ലൈൻ വരണത് നോർത്ത് ഗോവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ഗോവയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി സൗത്ത് ഗോവയിലാണല്ലോ. അപ്പോൾ നമുക്ക് സൗത്ത് ഗോവയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂട്ടറും കൊണ്ട് കറങ്ങാവുന്ന ഒരു ഡിസ്റ്റൻസിലാണ് നമ്മുടെ റിസോർട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഏരിയയിലേക്കും നമുക്ക് സ്കൂട്ടറിൽ തന്നെ പോകാമായിരുന്നു. നോർത്ത് ഗോവ എന്ന് പറയുമ്പോൾ ഒരു 20 to 25 30 കിലോമീറ്റേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ഡ്രൈവ് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബസ് എടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഡോണാപോളയാണ്. ബസ് ഒരു സൈഡിൽ അവരവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തേണ്ട ടൈമും കൂടിയും അവർ പറയും കേട്ടോ. ആ സമയത്ത് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഡോണാപോളയുടെ എൻട്രൻസ് വരണത്. ഇവിടെ എൻട്രി ടിക്കറ്റ് 50 സംതിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളവിടെ എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മളത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് സംഭവങ്ങൾ വരുന്നത്. എല്ലാത്തിനും ചുറ്റും കടലാണ് കേട്ടോ. മെയിനായിട്ടും എന്ത് സംഭവത്തിൻ്റെയും ചുറ്റിനും കടലാണ്. നമ്മൾ അപ്പോൾ ഇങ്ങനെ ഈ പടികളൊക്കെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരു ഓവർവ്യൂ ഉണ്ട്. അതായത് നമുക്ക് മൊത്തം ഈ ഡോണാപോള അതായത് കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോണാപോള സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ട വെയിലാണ് കേട്ടോ രാവിലെ സമയം ഗോവ. പക്ഷേ ഈവനിങ് ഒരു 6-7 ഒക്കെ ആകുമ്പോഴത്തേനും നല്ല തണവായി തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചപ്പോൾ നമ്മളിതാ ഒരു ഉപ്പ് സോഡയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഉപ്പ് സോഡയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഉപ്പ് സോഡ കിട്ടി. എൻ്റെ ചേട്ടൻ്റെ കുറച്ച് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഗോവ സയൻസ് സെൻറ്ററിലാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഈ എൻട്രി ടിക്കറ്റ് 10 റുപ്പീസേ മറ്റോ വരുന്നുള്ളൂ. നമുക്ക് ഈ ഗാലക്സി അങ്ങനത്തെ പരിപാടികൾ ഷോസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു 1 hour 1.5 hours പരിപാടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് കാണാനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഇതിനകത്ത് എൻട്രി ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗോവ സയൻസ് സെൻറ്ററിനകത്ത് കണ്ടത്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു ടൈമിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നടക്കാനോ കാര്യങ്ങളോ പോയില്ല. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഓപ്പൺ സ്പേസ് വരണത്. പക്ഷേ നമുക്ക് ഈ രാവിലെ സമയമൊന്നും ഓപ്പൺ സ്പേസിൽ നമുക്ക് അധികം ഇരിക്കാൻ പറ്റില്ല. അതിനുശേഷം പോയത് നോർത്ത് ഗോവയിലെ വളരെ പ്രശസ്തമായ സെൻ ഫ്രാൻസിസ് അസിസിയുടെ ചർച്ചിലേക്ക്, അതായത് ആളുടെ തിരുശരീരം വെച്ചിരിക്കുന്ന ആ ഒരു ചർച്ചിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. മെയിൻ നോർത്ത് ഗോവയിലുള്ള റൂട്ടുകളെല്ലാം നമുക്ക് ഈ ബസ്സിൽ പോയാൽ തന്നെ അവർ കവറപ്പ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് കയറിയിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കരുതെന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അകത്തത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ നോർത്ത് ഗോവയിൽ. മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മിരാൻമാർ ബീച്ചിലേക്കാണ്. അത് നല്ല ഒരു ബീച്ചായിരുന്നു. നമ്മുടെ ചാവക്കാട് ബീച്ചൊക്കെ ഉള്ള പോലെ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ബീച്ച് തന്നെയായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ഗോവയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കണം. അതിപ്പോൾ ഐസ്ക്രീം ആയിട്ടാണെങ്കിലും ജ്യൂസ് ആയിട്ടാണെങ്കിലും വെള്ളമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളൊന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിതാ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നടക്കുകയാണ്. നല്ല തണലുണ്ടായിരുന്നു. കുറേ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല തണലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ ക്യാമറ പിടിക്കുമ്പോൾ എൻ്റെ കെട്ടിയവനുള്ള പരാതിയാണ്, കുറച്ച് പൊക്കി പിടിക്കൂ, കുറച്ച് ഹൈറ്റിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ആളെ തലയും കൂടെയും കിട്ടുമെന്ന് പറഞ്ഞ് എപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചാലും ആളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പേരക്ക, അതായത് ഗൂവയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് നേരം കത്തിയടിച്ച് അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെ ഇറങ്ങുമ്പോഴും അവർ നമ്മുടെ അടുത്ത് ടൈമിങ് പറയും. അതായത് ഒരു 30 to 40 മിനിറ്റ്സിനുള്ളിൽ വരണം, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലം അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ടൈം പീരീഡാണ് അവർ പറയുക. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ
വണ്ടിയിലേക്ക് എത്തിയാൽ മതി. അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ലാത്തി അടിച്ച് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവായിരുന്നു. പിന്നെ രാത്രി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് അവർ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ റൂമിൽ ഹോട്ടലിലവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ റൂം ബോയ് വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഇറങ്ങാനായിട്ട് നിന്നപ്പോഴത്തേനും നമ്മുടെ വണ്ടി, നമ്മൾ റെൻറ്റിനെടുത്ത വണ്ടി നമുക്ക് പണി തന്നു. അത് പഞ്ചറായി, ബാക്ക് ടയർ പഞ്ചറായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ റെൻറ്റിന് വണ്ടി എടുത്തവർ തന്നെ അതിൽ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അവർ കോണ്ടാക്ട് ചെയ്ത് തരും, പക്ഷേ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ വണ്ടിയുടെ പഞ്ചറൊക്കെ അടച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള നമ്മുടെ നെക്സ്റ്റ് യാത്ര. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇനി പബ്ബിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കപ്പാടിലായിരുന്നു. അപ്പോൾ ആ ചെറുക്കൻ വന്നിട്ട് നമുക്ക് എയറൊക്കെ അടിച്ച് സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു. ബാഗ ബീച്ചിൻ്റെ അടുത്തുള്ള പബ്ബിലോട്ടാണ് പോയത്. ഇവരൊക്കെ ഈ ഡാൻസ് കളിക്കാനായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഒരു ഷോട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഒരു പെഗ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ആ ഒരു റോസ് പെണ്ണ് അവരുടെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതുണ്ട്. അങ്ങനെ ഒരു ഷോട്ട് കിട്ടും കേട്ടോ. അവിടെ കയറി ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും അത് ഫ്രീ ആണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ പബ്ലിസിറ്റി അതിനും കൂടി വേണ്ടിയിട്ടാണ് അവരവിടെ കയറി കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് അവർ കളിക്കുന്നതും എല്ലാം അതിങ്ങനെ കണ്ട് പബ്ബ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ജസ്റ്റ് ഫോർ എൻജോയ്മെൻറ്റ് അതിന് വരുന്നവരാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ്. ചിക്കൻ ലോലിപോപ്പ് ആൻഡ് 2 പൈനാപ്പിൾ ജ്യൂസ് എനിക്കും ഗോപുവിനും. ആമ്പിള്ളേർ പിന്നെ ആസ് യൂഷ്വൽ ഡ്രിങ്ക്സാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളിതാ പബ്ബിൽ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പബ്ബിലത്തെ രാത്രിയിൽ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മളെല്ലാവരും നമ്മുടേതായ റൂമുകളിലേക്ക് പോയി. അപ്പോൾ 3ാമത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ടാറ്റാ ബൈ.